കമ്മിറ്റി റിപ്പോർട്ടിന് പിന്നാലെ സിനിമാ മേഖലയിൽ നടക്കുന്ന അനഭിലഷണീയമായ പല പ്രവണതകളും പലവട്ടം പലരിലൂടെ തുറന്നു കാട്ടപ്പെട്ടു കഴിഞ്ഞു. അത് സംബന്ധിച്ച തെളിവെടുപ്പുകളും ഒപ്പം മാധ്യമങ്ങളോടുള്ള തുറന്നു പറച്ചിലുകളും ഇപ്പോഴും തുടരുകയാണ്. ഇതിൽ ഏറ്റവും സുപ്രധാനമായി മാറുന്നത് രഞ്ജിനി ഹരിദാസ്, പ്രമുഖ നടിയും ഒപ്പം തന്നെ അവതാരകയുമായ രഞ്ജിനി ഹരിദാസിന്റെ ചില വാക്കുകളാണ്. സിനിമാ മേഖലയിൽ നമുക്കറിയാം പലതരത്തിലുള്ള ലൈംഗിക ചൂഷണവും മറ്റു പ്രതിസന്ധികളും പലതരത്തിൽ അത് വാർത്തയാവുകയും നമ്മൾ ചർച്ചയാവുകയും ചെയ്തിട്ടുണ്ട്. സിനിമാ താരങ്ങൾ പങ്കെടുക്കുന്ന ഉദ്ഘാടന ചടങ്ങുകളും നിരവധി ഉണ്ടാവാറുണ്ട്. ഇത്തരം ചടങ്ങുകൾക്കിടയിലും വലിയ തരത്തിലുള്ള ചൂഷണം നടക്കുന്നു എന്നതാണ് രഞ്ജിനി ഹരിദാസ് വെളിപ്പെടുത്തുന്നത്. ഉദ്ഘാടന ചടങ്ങുകളുടെ മറവിലും ലൈംഗിക ചൂഷണം വ്യാപകമാണെന്നാണ് രഞ്ജിനി ഹരിദാസ് വെളിപ്പെടുത്തുന്നത്. മോശം പെരുമാറ്റം തന്നോടും ഉണ്ടായിട്ടുണ്ടാവുമെന്നും Q18 അഭിമുഖത്തിൽ രഞ്ജിനി ഹരിദാസ് പറഞ്ഞു. Modeling or inaugurations, I should proudly tell you because inaugurations ചെയ്യാൻ വേണ്ടി എന്നെ വിളിച്ചിട്ടുണ്ട്. Again, like I said, എനിക്ക് മെസ്സേജസ് ഓ പ്രൂഫോ ഇവർ ആരും എഴുതത്തില്ലല്ലോ, ഫോണിലല്ലേ. എന്നെ ഇനോഗ്രേറ്റ് ചെയ്യുമ്പോൾ അവർ പറയും ഇനോഗ്രേഷൻസിന് വേണ്ടി വുഡ് യു ലൈക്ക് ടു, എത്ര കാശ് വേണമെങ്കിലും തരാം, കൂടെ ഇതും കൂടെ ചെയ്ത് കൊടുത്താൽ. അപ്പൊ എന്നിട്ട് എൻ്റെ അടുത്ത് ഇങ്ങോട്ട് കുറെ ആക്ടേഴ്സിന്റെ പേര് പറയും, ഇവരൊക്കെ ചെയ്യാറുണ്ട്. അപ്പൊ ഐ വാസ് ലൈക്ക് ലിസൺ ബ്രോ, അവരൊക്കെ ചെയ്തോട്ടെ, അവരെ ഹാപ്പി, കൺസെന്റോടെ ആർക്കും എന്തും ചെയ്യാലോ. നമ്മളുടെ പ്രായപൂർത്തിയായ ആർക്കും കൺസെന്റോടെ ചെയ്യാം. ദാറ്റ് ഇസ് അവർ പേഴ്സണൽ ഫ്രീഡം. അവർക്ക് ആഗ്രഹം അവർ ചെയ്തോട്ടെ. ഐ എം നോട്ട് ഇൻട്രസ്റ്റഡ് ഇൻ ഇറ്റ്. ഇതൊന്ന്. ഷോസിന് വേണ്ടി നമ്മൾ പുറത്തു പോകില്ലേ, ഇവന്റ്സിന് വേണ്ടി, അതിപ്പം സിനിമാ മേഖലയിലാവാം. ഞങ്ങളുടെ ചില ആൾക്കാർ ഈ ഷോസ് ഓർഗനൈസ് ചെയ്യുമ്പം, അഗൈൻ എന്റെ പേഴ്സണൽ എക്സ്പീരിയൻസ് മാത്രം ഞാൻ പറയാം. ഒരു പ്രാവശ്യം മെനി ഇയേഴ്സ് ബാക്ക് 10 years back നമ്മൾ ഷോന് പോകുമ്പോൾ ഡാൻസേഴ്സ് ഉണ്ടാവും, സിംഗേഴ്സ് ഉണ്ടാവും, ആക്ടേഴ്സ് ഉണ്ടാവും. നല്ലൊരു ഗ്രൂപ്പ് ഓഫ് ആർട്ടിസ്റ്റ് ആയിരുന്നു. അങ്ങനെ ഞങ്ങൾ ഒരു പ്രാവശ്യം പോയപ്പം അപ്പൊ അവിടെ പ്രാക്ടീസിന് വരുമ്പം എൻ്റെ അടുത്ത് ഡാൻസർ കുട്ടികൾ എൻ്റെ അടുത്ത് വന്ന് പറഞ്ഞു, ചേച്ചി രാത്രി റൂമിൽ വന്ന് മുട്ടുന്നുണ്ട്. ഐ വാസ് ലൈക്ക് ഒരു ഫോൺ വരും. ഐ വാസ് ലൈക്ക് വി ആർ എ ലിറ്റിൽ സ്കേർഡ്. ഐ വാസ് ലൈക്ക് ഡോണ്ട് ആൻസർ ഇറ്റ്. അതിന് മുമ്പ് ഓർഗനൈസർ എൻ്റെ അടുത്ത് വന്ന് രഞ്ജിനി സ്പോൺസേഴ്സ് വുഡ് ലൈക്ക് ടു മീറ്റ് യു ആൻഡ് ടേക്ക് യു ഔട്ട് ഫോർ ലഞ്ച്. which I thought was okay. എനിക്ക് അങ്ങനെ നമ്മൾ തെറ്റായിട്ടൊന്നും ആലോചിക്കുന്നില്ലല്ലോ. അപ്പൊ ഒരു സ്പോൺസർ വന്നു, ഞങ്ങൾ സംസാരിച്ചു, അദ്ദേഹം ലഞ്ചിന് കൊണ്ടുപോയിട്ട് ഷോപ്പിംഗ് വല്ലതും ചെയ്യണോ എന്ന് ചോദിച്ചു. ഐ വാസ് ലൈക്ക് നോ സോറി, ഐ ഡോണ്ട് വാണ്ട് ഇറ്റ് എന്ന് പറഞ്ഞ് ആ റൂട്ട് വാസ് നോട്ട് റൈറ്റ്. ഐ ഫെൽറ്റ് ലൈക്ക് ഓക്കെ, പിന്നെയാണ് മറ്റു കുട്ടികൾ മുട്ടുന്ന കാര്യം പറയുന്നത്. സോ ഐ ഫീൽ ലൈക്ക് ഈ ഇവന്റ് ഓർഗനൈസ് ചെയ്ത ആൾക്കാർ ഇതിന്റെ സ്പോൺസേഴ്സിന് അടുത്ത് പറഞ്ഞു വെച്ചിട്ടുണ്ട്, ഇങ്ങനെ കുറച്ച് കുട്ടികൾ ഉണ്ട്, നിങ്ങൾക്ക് ട്രൈ ചെയ്യാം, അല്ലെങ്കിൽ നിങ്ങൾക്ക് പറ്റുമെങ്കിൽ ചെയ്തോളൂ, അല്ലെങ്കിൽ അങ്ങനെ ഗുരുതരമായ വെളിപ്പെടുത്തലുകളാണ് അവർ നടത്തുന്നത്. സിനിമാ രംഗത്ത് നിന്നും മാത്രമല്ല, ഇത്തരം ഉദ്ഘാടന ചടങ്ങുകളും പുറത്ത് ഫംഗ്ഷനും ഒക്കെ നടക്കുമ്പോൾ ചൂഷണം നിരന്തരമായി നടക്കുന്നു എന്നതാണ് ചൂണ്ടിക്കാട്ടപ്പെടുന്ന കാര്യം. മോഡലിംഗ് രംഗത്തും ലൈംഗിക ചൂഷണങ്ങൾ ശക്തമാണെന്നും രഞ്ജിനി ഹരിദാസ് തുറന്നു പറയുന്നു. മോഡലിംഗിലേക്ക് കടന്നുവരുന്ന തുടക്കക്കാരായ ചെറിയ പെൺകുട്ടികൾ പോലും ലൈംഗിക അതിക്രമങ്ങൾ നേരിടുന്നു. ചൂഷണത്തിന് ഇരയാകുന്നവരിൽ പുരുഷന്മാരും ഏറെയുണ്ടെന്നും രഞ്ജിനി ഹരിദാസ് വെളിപ്പെടുത്തി. മോഡലിംഗിലാണല്ലോ ഞാൻ ആദ്യം വന്നത്. മോഡലിംഗിൽ ഈ മോഡൽ കോർഡിനേറ്റേഴ്സ് സെക്ഷുവൽ ഫേവേഴ്സ് ചോദിച്ച് ചെയ്യും. എൻ്റെ അടുത്ത് ഇൻഫാക്ട് ഇത് നമ്മുടെ ഈ ഒരു എക്സ്പോസ് ഇതൊക്കെ നടന്നുകൊണ്ടിരിക്കുമ്പം എൻ്റെ അടുത്ത് വളരെ ക്ലോസ് ആയിട്ടുള്ള ഒരു എക്സ് മോഡൽ, നൗ ആക്ടർ, അദ്ദേഹത്തിന് ബോളിവുഡിൽ നടന്ന എക്സ്പീരിയൻസിനെ കുറിച്ച് ഏതോ ആരുടെയോ മാനേജർ അദ്ദേഹത്തിൻ്റെ അടുത്ത് ഇങ്ങനെ ചെയ്യാൻ ചോദിച്ചു. പക്ഷെ അദ്ദേഹത്തിന് തോന്നി അദ്ദേഹം സംസാരിച്ചാൽ അതിന്റെ സിറ്റുവേഷൻ മാറിപ്പോവും. സ്ത്രീകളുടെ ഒരു മൂവ്മെന്റ്, സ്ത്രീകളുടെ എന്ന് പറയുമ്പോൾ എല്ലാവരും അബ്യൂസ് ഇസ് അബ്യൂസ് അല്ലെ. അഡ്ജസ്റ്റ്മെന്റ് ആര് ചെയ്താലും അബ്യൂസ് ആര് ചെയ്താലും അത് ആണും പെണ്ണ് വ്യത്യാസമില്ലാതെ. മോഡൽ ഇൻഡസ്ട്രിയിൽ അങ്ങനെ നേരിട്ട് അനുഭവം ഉണ്ടോ? എനിക്കില്ല. എനിക്ക് ലൈക്ക് ഐ സെഡ്, എനിക്കുണ്ടായ ആകെ ചെറിയ അനുഭവം ഞാൻ നേരത്തെ ഒരു ഇതിൽ പറഞ്ഞിട്ടുണ്ട്. ഞാനൊരു ആഡ് ചെയ്യാൻ വേണ്ടി കണ്ണൂർ അവിടെ ഒരു പോപ്പുലർ ഹോട്ടലുണ്ട്, ബെഡിന്റെ ആഡ്. അത് ഞാൻ നേരത്തെ പറഞ്ഞ സംഭവം. ഒരു കോർഡിനേറ്റർ വഴിയാണ് പോയത്. സോ ഐ ഗോട്ട് പെയ്ഡ് ഡീസെന്റ്ലി വെൽ. ഞാൻ എപ്പോഴും രാത്രിയെ ട്രാവൽ ചെയ്യുള്ളൂ. അപ്പൊ ആരും അവിടെ ഹോട്ടലിൽ നേരെ ചെക്ക് ഇൻ ചെയ്യും. രാവിലെ എന്റെ മേക്കപ്പ് ആർട്ടിസ്റ്റ് ഉണ്ട്, എന്റെ ഡ്രൈവറുണ്ട് എൻ്റെ കൂടെ, ആഷിഖ് എന്ന് പറഞ്ഞു. അപ്പൊ ആഷിഖും വേറെ ഹോട്ടലിൽ താമസിക്കും, ഞാൻ അവിടെ എത്തും, രാവിലെ റെഡിയാവും. രാവിലെ തൊട്ട് ഉച്ച വൈകുന്നേരം ഒരു ക്ലീൻ ആയിട്ടുള്ള ഷൂട്ട്. ഈ വെഡിങ്ങിന്റെ കമ്പനിയുടെ ഓണർ അദ്ദേഹം റൂമിലേക്ക് വന്നു. അപ്പം പേയ്മെന്റുമായിട്ടാണ് വന്നായിരുന്നു. അപ്പൊ എൻ്റെ അടുത്ത് 2-3 പ്രാവശ്യം ഉച്ചയ്ക്ക് വൈകുന്നേരം പറയുന്നുണ്ട്, രഞ്ജിനി നാളെ പോയാൽ മതി, രഞ്ജിനി നാളെ പോയാൽ മതി. എനിക്ക് ആ സിസ്റ്റം ഇല്ല. ലാസ്റ്റ് ഫോർ ദ ഡ്രൂസ് റൂമിൽ വന്നിട്ട് അതെ കോർഡിനേറ്റർ പറഞ്ഞിരുന്നു രഞ്ജിനി രാത്രി എൻ്റെ കൂടെ നിന്നിട്ടേ പോകുള്ളൂ. ഭയങ്കര പേടിച്ചിട്ടാ പറഞ്ഞു. അപ്പൊ ഞാൻ പറഞ്ഞു, ആര് പറഞ്ഞു? ഞാൻ അറിഞ്ഞിട്ടില്ല. കോർഡിനേറ്റർ അയാളുമായിട്ട് ഇങ്ങനെ സംസാരിച്ചു, രഞ്ജിനി ഹരിദാസിനെ ഞാൻ കൊണ്ടുവരാം, ഈ ആഡിൽ മോഡൽ ചെയ്യിപ്പിക്കും, അതിന്റെ കൂടെ ഞാൻ സെറ്റ് ചെയ്ത് തരാം, അന്ന് രാത്രി കഴിഞ്ഞ് രാവിലെ. അപ്പൊ ഈ കാശ് അതും കൂടെ ഇൻക്ലൂഡ് ചെയ്തിട്ടാണെന്ന്
യെസ്, അതാണ് അവരുടെ വാക്കുകൾ. ഒപ്പം തനിക്ക് നഗ്ന ഫോട്ടോ അയച്ച പ്രമുഖ നടനുമുണ്ടെന്നുകൂടി രഞ്ജിനി ഹരിദാസ് വെളിപ്പെടുത്തുന്നു. ചുട്ട മറുപടി കൊടുത്ത് അയാളുടെ നീക്കം അവസാനിപ്പിക്കുകയായിരുന്നു. തെളിവായി ഫോട്ടോ കയ്യിലില്ലാത്തത് കൊണ്ടാണ് പേരിപ്പോൾ വെളിപ്പെടുത്താത്തതെന്നും രഞ്ജിനി പറയുന്നു. സിനിമയിൽ പ്രായപൂർത്തിയാവാത്ത കൊച്ചു പെൺകുട്ടികൾ പോലും ലൈംഗിക ചൂഷണത്തിന് ഇരയാകുന്നതിന് താൻ സാക്ഷിയാണെന്നും രഞ്ജിനി പറയുന്നു. Q18 അഭിമുഖത്തിലുള്ള രഞ്ജിനിയുടെ വാക്കുകൾ കേൾക്കാം. എനിക്ക് ഫോട്ടോ അയച്ച ഒരു നടനുണ്ട്, ഷർട്ടില്ലാത്തൊരു ഫോട്ടോ അയച്ചൊരു നടനുണ്ട്. പക്ഷെ എനിക്ക് ആ ഫോട്ടോ കാണിച്ചാൽ ഇപ്പൊ ഫോട്ടോ ഇല്ല. അപ്പൊ ഞാൻ എങ്ങനെ പറയും എന്തിനാ എനിക്ക് ഷർട്ടില്ലാതെ ഫോട്ടോ വയ്ക്കുന്നത്? അതിന്റെ ഉദ്ദേശം എന്താ? എന്നിട്ട് എന്റെ അടുത്ത് പറയും സെൻഡ് പിക്ചേഴ്സ്. ഇത് എനിക്ക് പക്ഷേ ഞാൻ ചോദിക്കുന്നത് ഇങ്ങനൊരു സിറ്റുവേഷനിൽ രഞ്ജിനിക്ക് ആ പേര് പറഞ്ഞൂടെ? ഇല്ല, ഐ ഡോണ്ട് വാണ്ട് ടു ടോക്ക് ബിക്കോസ് എന്റെ പ്രൂഫ് ഇല്ല. ഐ ഡോണ്ട് ഹാവ് പ്രൂഫ് ടു ടോക്ക്. ബട്ട് നാളെ നിങ്ങൾ അത് പറയും. ഐ ഡോണ്ട് ഹാവ് പ്രൂഫ്. എനിക്ക് പ്രൂഫ് ഉണ്ടെങ്കിൽ ഞാൻ സംസാരിച്ചാലേ. പക്ഷെ അത് ഇങ്ങനെ ഫോട്ടോ വയ്ക്കുമ്പോൾ ഐ ലൈക്ക് ഡൂഡ് റോങ് വിൻഡോ ഡൂഡ്, മുട്ടിയ വാതിൽ മാറിപ്പോയി എന്ന് പറയുമ്പോൾ അവിടെ ഷട്ടാണ് ആ സാധനം. ബിക്കോസ് ഇത് നമ്മൾ ഈ ഒരു മേഖലയിൽ വർക്ക് ചെയ്യുന്നതുകൊണ്ട് മാത്രം വരുന്നതല്ല. രഞ്ജിനി ഹരിദാസിന്റെ ഇനിയുള്ള വാക്കുകളും ശ്രദ്ധേയമാണ്. ജൂനിയർ ആർട്ടിസ്റ്റുകാർ മാത്രമല്ല നേരിട്ട ലൈംഗിക അതിക്രമങ്ങൾ തുറന്നു പറയേണ്ടതെന്ന് രഞ്ജിനി പറയുന്നു. ലൈംഗിക ചൂഷണത്തിനിരയായ പ്രമുഖ നടിമാർ അതേപ്പറ്റി ഒരക്ഷരം പറയാൻ തയ്യാറാവാത്തത് അവരുടെ കരിയർ അവസാനിക്കുമെന്ന ഭയം കൊണ്ടാണെന്നും രഞ്ജിനി ഹരിദാസ് പ്രതികരിക്കും. ഇപ്പം ഏറ്റവും കൂടുതൽ വന്ന് സംസാരിക്കുന്നത് ജൂനിയർ ആർട്ടിസ്റ്റ് ആണ്. അവർക്ക് നഷ്ടപ്പെടാൻ ഒന്നുമില്ലാത്തത് കൊണ്ടായിരിക്കാം എന്നാണല്ലോ നമ്മളൊക്കെ വിചാരിക്കുന്നത്. അവരുടെ ട്രോമയല്ല, അവരുടെ ട്രോമ അവർ ഇത്രയും നാൾ സഹിച്ചു. അവർക്കൊരു ഓപ്പർച്യൂണിറ്റി കിട്ടി, അവർക്ക് ഇങ്ങനത്തെ ഹേമ കമ്മീഷൻ റിപ്പോർട്ട് വന്നപ്പോൾ ഒരു ധൈര്യം വന്നു, അവരുടെ കൂടെ നിൽക്കാൻ മീഡിയ ഉണ്ടാവും എന്നൊന്നും അല്ല നമ്മൾ ആലോചിക്കുന്നത്. നമ്മൾ ആലോചിക്കുന്നത് ആൾക്ക് എന്ത് പോവാൻ, യുനോ. ആൻഡ് ഐ ഫീൽ ദാറ്റ്സ് ഓൾസോ സോ സാഡ്. ഞാനും വിചാരിച്ചു, അതിനെക്കുറിച്ചല്ല, ഞാനും വിചാരിച്ചു എന്തുകൊണ്ടാണ് ഈ അനുഭവമുള്ള കുറച്ച് പോപ്പുലറായ ആൾക്കാർ വന്ന് സംസാരിക്കാത്തത് ഞാനും വിചാരിച്ചിട്ടുണ്ട്. ബിക്കോസ് ആ മോമെന്റിൽ ഈ സാധനം മാറും. ഒരു പക്ഷേ സെൽഫിഷ് ആയതുകൊണ്ടായിരിക്കാം. ഇപ്പൊ രഞ്ജിനി എന്നോട് പറഞ്ഞു അങ്ങനെ ഒരു എക്സ്പീരിയൻസ് ആണെങ്കിൽ രഞ്ജിനി അത് പറഞ്ഞേനെ, ഇത് പറഞ്ഞേനെ, നേരിട്ട് പറഞ്ഞേനെ. എല്ലാവരും അതാ പറയുന്നത്. പക്ഷെ ഈ പ്രധാനപ്പെട്ട ആൾക്കാർ ഇത് പറയുന്നില്ല എങ്കിൽ ഈ ഹേമ കമ്മിറ്റി റിപ്പോർട്ടിന്റെ ശരിക്കുള്ള ആക്ച്വൽ ലക്ഷ്യം എന്താണ്? അത് കുറച്ച് കഴിയുമ്പോൾ വഴി മാറിപ്പോകില്ലേ? അങ്ങനെ ഒരു പേടി. ഐ അഗ്രി. പക്ഷെ ഇപ്പോൾ നമ്മളുടെ ഒരു മോട്ടീവ് മാക്സിമം ആൾക്കാരെ കൊണ്ട് പറയിക്കുക എന്നതായി മാറി അല്ലേ? അവിടെയാണ് ഇതിന്റെ രീതി മാറിപ്പോകുന്നത്. ബിക്കോസ് ഇപ്പം ഒരു ഭയങ്കര ഫേമസ് ആയ ഒരു ആർട്ടിസ്റ്റ് ആരെങ്കിലും വിചാരിച്ചോ എക്സ് വന്ന് പറയുന്നു ഇത് ശരിയാണ്, ഞാനും എനിക്കും ഇങ്ങനെ തന്നെ പോകേണ്ടി വന്നു, ഞാനും ഇതൊക്കെ ചെയ്തു വന്നിട്ടാണ് ഞാൻ ഇവിടെ എത്തിയത് എന്ന് പറയുമ്പം സാധനം നിങ്ങൾ അങ്ങോട്ട് കൊണ്ടുപോകും. മീഡിയയുടെ ഒരു രീതിയാണ് അതാ പറഞ്ഞത്. ഞാൻ പറഞ്ഞു തരണ്ടല്ലോ, യു ആർ ഫ്രം ദി ഇൻഡസ്ട്രി. ഇവിടെ കുറച്ച് സെൻസേഷനലിസവും കുറച്ച് യുനോ അതൊക്കെയാണ് ഇപ്പം ഉള്ളത്. ചീത്തയാണെന്ന് ഞാൻ പറയുന്നില്ല. ബിക്കോസ് നിങ്ങൾ ഇപ്പൊ ഈയിടെ ഐ സോ സംതിങ് അഗൈൻ ഓൺലൈൻ മീഡിയയിൽ മറ്റേ ഗീതാ വിജയൻ എന്ന് പറഞ്ഞൊരു മാം പറഞ്ഞു, മാമിന്റെ കുറച്ച് എക്സ്പീരിയൻസ്. ആ സമയത്ത് കുറെ സിനിമകൾ ചെയ്തൊരു നടിയാണ് നമ്മൾ ഒരു സമയത്ത് കുറെ സിനിമകൾ കണ്ട ആക്ടേഴ്സ്. പക്ഷെ ഇവരൊന്നും മെയിൻ സ്ട്രീം നായികയിൽ വളരെ സൂപ്പർ ഹിറ്റ് പോപ്പുലർ ആയില്ല എന്നുകൊണ്ട് നമ്മൾ അത് ഡിസ്റിഗാർഡ് ചെയ്യാൻ പാടുമോ?